ഇസ്ലാം മതവിശ്വാസികൾ പ്രതിസന്ധി നേരിടുന്ന സമയത്ത്, മതം മൊത്തത്തിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇസ്ലാമിക ലോകം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാറുള്ള അല്ലെങ്കിൽ പാട്ട് പാടാറുള്ള ഒരു സംഭവമാണ് ഇമാം മഹദി വരും ഇസ്ലാമിനെ രക്ഷിക്കാൻ. ഇസ്ലാമിനെ രക്ഷിക്കാനും മുസ്ലിങ്ങൾക്ക് ആശ്രയമില്ലാതാവുകയും ചെയ്യുന്ന സമയത്ത് പിറവിയെടുക്കാൻ പോകുന്ന ഒരു അവതാരത്തെക്കുറിച്ച് ഇസ്ലാമിക ലോകത്ത് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഗാസയിൽ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്ന സമയത്ത്, ഫലസ്തീൻ ഇഷ്യൂ ഉയർന്നു വന്ന സമയത്ത് വീണ്ടും ഇമാം മഹദിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. നമ്മുടെ നാട്ടിൽ തൊടുപുഴ ഭാഗത്തുള്ള ഒരാൾ, ഒരു മൗലിയർ, ഒന്ന് രണ്ട് മൗലിയന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഏരിയ തന്നെ ഇമാം മഹദി വന്നില്ല, വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യലാണ്. അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ അടയാളങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാം കേരളത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ, അങ്ങനെ തന്നെ പറയണം കേട്ടോ, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇസ്ലാമല്ല, ഇസ്ലാമിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ പ്രതിരോധത്തിലാകുമ്പോൾ പോലും ഒരു പ്രവാചകനെ കണക്കെ ഒരു മഹദി ഇമാം കണക്കെ ചാടി വീണ രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ കുറിച്ച് സംസാരിക്കില്ല, രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ചില വാദഗതികളെ പരിശോധിക്കുകയും രാഹുൽ ഈശ്വർ ആ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാം മത പ്രബോധകരും അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശകരും തമ്മിൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, എന്താ പറയുക, വീഡിയോകളും മറുവീഡിയോകളുമായിട്ട് അങ്ങനെ അരങ്ങ് തകർക്കുന്ന സമയമാണ്. പലപ്പോഴും ഇസ്ലാമിക വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധത്തിലാകുന്ന സമയത്ത് പല കുതന്ത്രങ്ങൾ അവർ പയറ്റാറുണ്ട്. ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ ഇപ്പോൾ 2-3 സംവാദങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. എന്നാൽ പൊതുവിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഇസ്ലാമിക ദഅവ പ്രവർത്തകരുടെ ഇസ്ലാമിക പ്രബോധനം അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഇസ്ലാമിക പ്രബോധനം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ കേരളത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനം ഇങ്ങനെ ഇത്തരം ആളുകളുമായിട്ട് സംവാദത്തിന് പോകേണ്ടതില്ല എന്നാണ്. അതിന് പല ന്യായങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. അത്തരം ഒരു ഘട്ടത്തിൽ സംവാദത്തിന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടി ഇസ്ലാമിലെ ഏറ്റവും നീചമായ ഒരു വ്യവസ്ഥിതിയെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി എന്ന രീതിയിൽ സംവാദത്തിന് വന്ന ആളാണ് രാഹുൽ ഈശ്വർ. അപ്പൊ ഈ 2 കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട്, ഈ 2 കാര്യങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഏർപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി നമ്മൾ അതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിൽ പറഞ്ഞാൽ, ഇസ്ലാമിൽ അടിമത്ത വിഷയം, നമ്മൾ ഓരോ വിഷയങ്ങളും പ്രത്യേകമായിട്ട് ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അടിമത്തം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ ഒരു തിരിച്ചറിവായിരുന്നു ഇസ്ലാം അടിമത്തത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നും അടിമത്തവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിനകത്തുള്ള ശരീഅത്ത് നിയമങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫിഖ്ഹി നിയമങ്ങൾ, മസ്അലകൾ എന്തൊക്കെയാണ് എന്നുള്ളതും മുഹമ്മദിന്റെ ജീവിതത്തിൽ, മുഹമ്മദ് നബി എന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാ പുരുഷനായി വിശ്വാസികൾ വിചാരിക്കുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അടിമത്ത വ്യവസ്ഥിതി ഏതൊക്കെ തരത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് അടിമത്തവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളോടുള്ള നിരീക്ഷണം എന്തായിരുന്നു എന്ന കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി രൂപപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെയും മുഹമ്മദിന്റെയും ഖുർആനിക വചനങ്ങളുടെയും മുഹമ്മദിന്റെ മാതൃകയിലൂടെയും രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇസ്ലാമിക നിയമത്തിൽ അടിമത്ത വ്യവസ്ഥിതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് എന്നെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ദൈവികമായ ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം അങ്ങനെ ഒരു ദൈവിക പ്രത്യയശാസ്ത്രമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ പ്രധാനപ്പെട്ട കാരണമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടിമത്തം എന്ന് പറയുന്നത്. അപ്പൊ ദൈവവിശ്വാസി ആയിരിക്കെ ഇസ്ലാം എന്ന് പറയുന്ന മതം ദൈവികമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് എന്നെ നയിച്ച ഒരു വിഷയം എന്ന രീതിയിൽ അടിമത്തം ഞാൻ പ്രധാനമായി ഊന്നി പറയാറുള്ള ഒരു സാമൂഹ്യ വിഷയമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സംഭാഷണം പിന്നീട് അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിലേക്കും പിന്നെ സംവാദത്തിന്റെ വെല്ലുവിളിയിലേക്കും അങ്ങനെയൊക്കെ മാറിപ്പോയെന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും അവസാനം അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന അൺമാസ്കിംഗ് അനോമലീസിന്റെ ഒരു വ്യക്തി ഇസ്ലാമിക വിമർശകരെ വെല്ലുവിളിച്ച ഒരു വെല്ലുവിളിയുടെ ശബ്ദരേഖ, നിങ്ങളത് മറന്നിട്ടുണ്ടാവില്ല, നട്ടലുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ച ഒരു വെല്ലുവിളി. മാത്രമല്ല, ഇസ്ലാമിലെ അടിമത്തം മാത്രം പോരാ,
ആധുനികതയിലെ അടിമത്തം കൂടി ചർച്ച ചെയ്യണം. ഒരു വാദമാകുമ്പോൾ രണ്ട് ഭാഗത്തും വാദം വേണം. അതുകൊണ്ട് നട്ടലുണ്ടെങ്കിൽ സംവാദത്തിന് റിക്വസ്റ്റ് ഒന്നല്ല, വെല്ലുവിളിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വന്ന ആ ഒരു എൻട്രി നമ്മൾ ആദ്യം ഒന്ന് കാണാം. പിന്നെ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ചുരുക്കി പറയാം. എന്നിട്ട് നമുക്ക് രാഹുൽ ഈശ്വറിലേക്ക് എങ്ങനെ പോകണം, എന്തുകൊണ്ട് രാഹുൽ ഈശ്വറിനെ നമ്മൾ ക്ഷണിക്കുന്നു, ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് ക്ഷണിക്കുന്നു എന്ന് നമുക്ക് കാണാം. എന്തായാലും ആമുഖമായിട്ട് പറയാനുള്ളത്, സംവാദ വെല്ലുവിളി ഉയർത്തിയ അബ്ദുള്ള ബാസിൽ ഏറ്റവും അവസാനം ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യം, അബ്ദുള്ള ബാസിൽ സംവാദത്തിന് തയ്യാറല്ല എന്നും അബ്ദുള്ള ബാസിൽ മുങ്ങി എന്നുമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വള്ളിയിലിട്ട ഒരു കേസിൽ ഇതുവരെ അതിനോട് യെസ് എന്നോ നോ എന്നോ പ്രതികരിക്കാതെ മൗനം പാലിക്കുകയും കോളുകൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും മെസ്സേജുകൾ മറുപടി ഇല്ലാതിരിക്കുകയും പറഞ്ഞ വാക്കുകൾ പാലിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് സംവാദവുമായി ബന്ധപ്പെട്ട അവരുടെ തീരുമാനം അറിയിക്കാം എന്ന വാക്ക് പാലിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ ഇത്രയും കടന്നുപോയ സ്ഥിതിക്ക് അബ്ദുള്ള ബാസിൽ സംവാദത്തിൽ നിന്ന് മുങ്ങിയതായി ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഞാൻ മുങ്ങിയിട്ടില്ല എന്ന് അബ്ദുള്ള ബാസിലിനോ അൺമാസ്കിംഗ് അനോമലീസിന്റെ ഫാൻ ബോയ്സിനോ ഞങ്ങളെ ബാസിൽ മുങ്ങൂല എന്ന ആത്മവിശ്വാസം രാഹുൽ ഈശ്വറിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ ഉണ്ടെങ്കിൽ അബ്ദുള്ള ബാസിലിനെ സംവാദവേദിയിലേക്ക് എത്തിക്കാനുള്ള പണി നിങ്ങൾ ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് വേണ്ടി പറയാണ്. പക്ഷെ നമ്മളുടെ ബോധ്യം, ഈ സമയത്ത് എൻ്റെ ബോധ്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. അബ്ദുള്ള ബാസിൽ സംവാദത്തിൽ നിന്ന് മുങ്ങി. സംവാദത്തിന് വരാം എന്ന് പറയുകയും വെല്ലുവിളിക്കുകയും സംസാരിച്ചവരോടൊക്കെ ഗിർവാണമടിക്കുകയും ചെയ്തതിന് ശേഷം ലിയാഖത്ത് സംവാദത്തിന് തയ്യാറല്ല എന്ന് പ്രതീതി സൃഷ്ടിക്കാൻ നടത്തിയ കപട നാടകങ്ങൾക്ക് ശേഷം ഏറ്റവും അവസാനം കുടുങ്ങും എന്ന ഘട്ടത്തിൽ അബ്ദുള്ള ബാസിൽ തന്ത്രം പറഞ്ഞൊഴിയുകയും സമയം ആവശ്യപ്പെടുകയും സമയം വേണം എന്ന് പറയുകയും ആ സമയവും അതിനപ്പുറത്തേക്കുള്ള സമയമൊക്കെ കഴിഞ്ഞ് അവസാനം മറുപടി ഇല്ലാതിരിക്കുകയും ഫോണിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാസിൽ സംവാദത്തിൽ മുങ്ങിയതായി ബോധ്യപ്പെടുന്നു. ആ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് എല്ലാ വിശ്വാസികളും ഈ വിവരം വ്യസന സമേതം അവരവരുടെ വിശ്വാസ ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും എത്തിച്ച് പരേതൻ്റെ ജനാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ വെല്ലുവിളി, ഇതൊക്കെയാണെങ്കിലും നമ്മൾ ആ സ്മരണകളിലൂടെ ഒന്ന് പോകാം. എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് വളരെ ചുരുക്കി, വളരെ ഒരു 2, 3, 4 മിനിറ്റിൽ നമ്മൾ ആ ഭാഗം ഒന്ന് പറഞ്ഞു പോകണം. അത് കഴിഞ്ഞിട്ട് ഏത് സംവാദത്തിൽ നിന്നാണ് അബ്ദുള്ള ബാസിൽ മുങ്ങിപ്പോയത്, അബ്ദുള്ള ബാസിൽ പിൻവാങ്ങിയത്, അബ്ദുള്ള ബാസിൽ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്, മറുപടി പറയാതെ പ്രതികരിക്കാതെ മുങ്ങി നടക്കുന്നത് എന്ന് കാണുന്നതിലേക്ക്, അതറിയുന്നതിലേക്ക് വേണ്ടി മാത്രമായിട്ട് ആ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. വാദം വേണം അല്ലേ? അപ്പോ എന്ത് വെച്ചിട്ടാ നിങ്ങൾ അടിമത്തം അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന അടിമത്തം തെറ്റാണെന്ന് പറയുന്നത്? ആധുനിക കാലത്തുള്ള മൂല്യങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ? അല്ലേ ചങ്ങായിമാരെ, അല്ലേ? ആധുനിക കാലത്തുള്ള മൂല്യങ്ങളുമായി ഇസ്ലാമിലെ നിയമങ്ങൾ യോജിക്കുന്നില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ടൈറ്റിൽ ഇട്ടത്. ഇസ്ലാമിലും ആധുനികതയിലും, ആധുനിക കാലത്തുള്ളതും ഇസ്ലാമുള്ളതും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, രണ്ടിലെയും നിയമങ്ങൾ പരിശോധിച്ച് നോക്കാം. തയ്യാറുണ്ടെങ്കിൽ വരിക, പറ്റൂല എന്നുണ്ടെങ്കിലും അത് പറയാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ധൈര്യം എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയത്ത് വന്നാൽ മതി. നിങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നും അല്ല തന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്. അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി, ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അബ്ദുള്ള ബാസിലെ ഞാൻ ഇനി അബ്ദുള്ള ബാസിനോട് ഒച്ച എടുക്കുന്നില്ല. ഉറപ്പുള്ള ഏതെങ്കിലും ഒരു അവയവം ശരീരത്തിന്റെ ഏതെങ്കിലും കോണിൽ അറിയാതെയെങ്കിലും ഉണ്ടെങ്കിൽ അബ്ദുള്ള ബാസിലെ സംവാദത്തിന് വരണ്ടേ? സംവാദത്തിന് അബ്ദുള്ള ബാസിൽ വന്നില്ല എന്ന് മാത്രമല്ല, അബ്ദുള്ള ബാസിൽ അതിനുശേഷം നമ്മൾ പരസ്യമായിട്ടുള്ള പൊതുവേദിയിൽ പൊതു സംവാദത്തിനാണ് അബ്ദുള്ള ബാസിലിനോട് വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത്. അപ്പൊ അബ്ദുള്ള ബാസിൽ പറഞ്ഞു, ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലേ പറ്റുള്ളൂ, ലൈവ് ഓൺലൈനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓൺലൈൻ സംവാദം അവരുമായി സാധ്യമല്ല എന്നതിന് അവർ ആരോടൊക്കെ ഓൺലൈനിൽ സംവദിച്ചിട്ടുണ്ടോ അതൊക്കെ തെളിവാണ്, പ്രത്യേകിച്ച് ഇസ്ലാം മത വിമർശകരുമായിട്ട്. എന്ന് മാത്രമല്ല, ഓൺലൈൻ സംവാദത്തിന് അവരോട് തയ്യാറായി വന്ന ഒരു വിഭാഗത്തോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് അവർ ഇന്ന് വരെ ആ ഓൺലൈൻ സംവാദം നടത്തി കാണിച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കെ പരസ്യ സംവാദത്തിന് നമ്മൾ വെല്ലുവിളിക്കുകയും അബ്ദുള്ള ബാസിലിനെ 1,00,000 രൂപ വരേക്ക് എത്തുന്ന തരത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇനാം പ്രഖ്യാപിക്കുകയും, ഇനി അബ്ദുള്ള ബാസിലിന് ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഷമീറുമായി നടന്ന സംവാദത്തിന് ശേഷം രംഗപ്രവേശം ചെയ്ത് പിന്നീട് പിൻവലിഞ്ഞ
മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനെയും കൂടെ കൂട്ടി രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നാൽ മതി, ഒറ്റക്ക് വരാൻ പേടിയാണെങ്കിൽ രണ്ടാളും കൂടി പോന്നോളിയും എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ ഇരുപക്ഷത്തിനും കൂടി രണ്ടുപേരും കൂടി വന്നാൽ പോലും സംവാദത്തിൽ വിജയിക്കുകയോ സംവാദത്തിൽ അവരവരുടെ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊന്നും ചെയ്യണ്ട. സംവാദത്തിന് വന്ന് സംവാദത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ അബ്ദുള്ള ബാസിലിന് 1 ലക്ഷം രൂപ ഇനാം കൊടുക്കാം പൊതുവേദിയിൽ സംവാദത്തിന് വന്നാൽ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് അബ്ദുള്ള ബാസിൽ പറയുന്നത് പോലത്തെ ഏതെങ്കിലും കളിയാക്കലിനോ പരിഹസിക്കലിനോ ഉള്ള അനക്ക് 500 റുപ്യ തരാം എന്ന് പറയുന്ന ഇളിഭ്യനായ ഒരു പരാജിതനായ ഒരു വെല്ലുവിളിക്കാരന്റെ ഗീർവാണായിരുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു. അല്ലെങ്കിൽ ഒരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വെച്ച ഒരു ഉപാധിയായിരുന്നു സംവാദത്തിന് വരാൻ. അബ്ദുള്ള ബാസിൽ വരാൻ തയ്യാറാവുകയാണെങ്കിൽ അബ്ദുള്ള ബാസിലിനോ അല്ലെങ്കിൽ അബ്ദുള്ള ബാസിലിനെ കൊണ്ടെത്തിക്കുന്നവർക്കോ 1 ലക്ഷം രൂപ ഇനാം പൊതുവേദിയിലേക്ക് ഈ വിഷയത്തിൽ സംവാദത്തിന് വരികയാണെങ്കിൽ. അപ്പൊ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ അബ്ദുള്ള ബാസിൽ പിന്നെയും ആളുകളോട് പറഞ്ഞു നടന്നത് ഓൺലൈനാണ് വരണം, ഇനി ഓഫ്ലൈൻ തന്നെ വേണം, അടുത്ത് കാണണം, മിണ്ടണം എന്നൊക്കെ ആണെങ്കിൽ അവർ നമുക്കൊരു അവരുടെ സ്റ്റുഡിയോയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ആ സ്റ്റുഡിയോയിലേക്ക് വരണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു ചെറിയ ഉപാധിയോടുകൂടി അബ്ദുള്ള ബാസിലിന്റെ അല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈ ടീമിന്റെ കീഴിലുള്ള കസ്റ്റഡിയിലുള്ള പുളിക്കലെ സ്റ്റുഡിയോ അല്ലാത്ത ഒരു പൊതു ഇടത്തിൽ നമുക്ക് ഈ സംവാദം നടത്താം എന്ന് നമ്മൾ പറയുകയും അതിന് നമ്മൾ തയ്യാറാണ് എന്നറിയിക്കുകയും ചെയ്തുകൊണ്ട് അതിനുള്ള മറുപടി വീഡിയോ, ആ വെല്ലുവിളിയും നമ്മൾ ഏറ്റെടുത്തു. ശ്രദ്ധിച്ചു പോട്ടാ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ. അപ്പോ അതിന് അബ്ദുള്ള ബാസിൽ തയ്യാറാവാതിരിക്കുകയും അതേ സമയത്ത് ഞാനാണ് സംവാദത്തിന് വരാത്തത്, ഞാൻ സംവാദത്തിൽ നിന്ന് തയ്യാറില്ല, സംവാദം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് അബ്ദുള്ള ബാസിലിനോട് ഇത് വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളോടൊക്കെ അബ്ദുള്ള ബാസിൽ തള്ളിമറിക്കുകയും ചെയ്തുകൊണ്ട് ഇരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞാൻ അബ്ദുള്ള ബാസിലിനെ നേരിട്ട് വിളിച്ചു. ഞാൻ സംവാദ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ നിബന്ധന, ഈ നിബന്ധന നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അബ്ദുള്ള ബാസിൽ 8 മിനിറ്റ് ഫോൺ സംഭാഷണമാണ്. അത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു നാൾ വഴികൾ ഈ ഫോൺ സംഭാഷണങ്ങളും ശബ്ദ സന്ദേശങ്ങളും ടെക്സ്റ്റ് മെസ്സേജും എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ഈ വിഷയത്തിൽ നമ്മൾ അബ്ദുള്ള ബാസിലിന്റെ മുങ്ങൽ പ്രഖ്യാപിച്ചുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ 8 മിനിറ്റ് സംസാരത്തിൽ അബ്ദുള്ള ബാസിൽ ആകെ പറഞ്ഞത് നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിൽ എഴുതി അറിയിക്കുന്നതാണ്. നേരിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ അബ്ദുള്ള ബാസിൽ വിഷയങ്ങൾ സംസാരിക്കാനോ കാര്യങ്ങൾ തുറന്നു പറയാനോ വ്യക്തത വരുത്താനോ തയ്യാറല്ലാതെ ആകെ കൂടെ ഒരു കെണിക്കകത്ത് പെട്ട ഒരു അവസ്ഥയിലായിരിക്കും അബ്ദുള്ള ബാസിൽ. എന്തോ ഒരു കൂട്ടിനകത്ത് കുടുങ്ങിപ്പോയ ഒരു അവസ്ഥയിലായിരിക്കും അബ്ദുള്ള ബാസിൽ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ അങ്ങനെ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരു കത്തെഴുത്, മീൻസ് നിങ്ങൾ ഒരു എഴുത്തെഴുത്. ഇത് റിക്വസ്റ്റ് ഒന്നല്ല വെച്ചത്, വെല്ലുവിളിയാണ്, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ ആളെടുത്ത് നമ്മൾ സംവാദത്തിന് തയ്യാറായി ചെന്നപ്പോൾ അബ്ദുള്ള ബാസിൽ പറയും നിങ്ങൾ എനിക്കൊരു റിക്വസ്റ്റ് തരണം, നിങ്ങളെ നിബന്ധനകളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു എഴുത്തെഴുതണം പോലും. ഞാൻ അബ്ദുള്ള ബാസിലിന്റെ എഴുത്തെഴുതണം. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ സ്കൂളിൽ തുറക്കലിന്റെ ആ ഒരു തിരക്കായതുകൊണ്ട് 3-4 ദിവസം വൈകി. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു നടക്കാൻ തുടങ്ങി, ലിയാക്കത്തിന് സംവാദത്തിന് ധൈര്യമില്ല, ലിയാക്കത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനൊരു എഴുത്തെഴുതാൻ പറഞ്ഞു, ഇതുവരെ കുറിപ്പ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇല്ലോളം വൈകിട്ടാണെങ്കിലും കുറിപ്പ് കൊടുത്തു. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ കൊടുത്ത കുറിപ്പും അതിൻ്റെ ബാക്കി വിവരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ കുറിപ്പ് നിങ്ങളൊന്ന് വായിച്ചാളി. ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് 4/6-നാണ്, അതായത് ജൂൺ 4-ന് ഈ കുറിപ്പ് എഴുതുന്നു. അതിന് മറുപടി കിട്ടാതെ ഞാനത് ഇതേ സാധനം അതേ ദിവസം തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിനൊന്നും മറുപടിയില്ല. ആ മറുപടി ഒന്നും കിട്ടാതെ 9-ാം തീയതി ആയപ്പോൾ ഞാൻ അബ്ദുള്ള ബാസിലിന് ഒരു മെസ്സേജ് അയച്ചു, മറുപടി പ്രതീക്ഷിക്കാമോ എന്ന്. അപ്പോൾ അബ്ദുള്ള ബാസിൽ പറഞ്ഞത് ശ്രദ്ധിക്കണം, 9-ാം തീയതി ജൂൺ 9-ന് അബ്ദുള്ള ബാസിൽ പറഞ്ഞത് ഈ ഒരാഴ്ച കൂടി 1-2 പ്രോഗ്രാമുകളുടെ തിരക്കിലാണ്, ശേഷം മീറ്റിംഗ് കൂടി തീരുമാനം മറുപടിയായി അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതിന് ഓക്കെ കൊടുത്തു, റിപ്ലൈ കൊടുത്തു. എന്നാൽ അതിനുശേഷം അബ്ദുള്ള ബാസിലിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ നീക്കുപോക്കുകൾ ഉണ്ടാവാതിരിക്കുകയും ഒരാഴ്ചയ്ക്ക് പകരം 2 ആഴ്ച കഴിഞ്ഞിട്ടും അബ്ദുള്ള ബാസിലിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും കാണാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് അതിനിടയിൽ ഈ പറയുന്ന ബദർ കൊള്ളയാണോ അല്ലയോ എന്ന കാര്യത്തിൽ റഫീഖ് സലഫി മുറിച്ചിട്ട് ഒരു പല്ലിവാലും പൊക്കി പിടിച്ചുകൊണ്ട് അബ്ദുള്ള ബാസിൽ ഹാലളകിക്കൊണ്ട് സോഷ്യൽ മീഡിയ കയറി ഇറങ്ങിയപ്പോൾ അബ്ദുള്ള ബാസിൽ ഈ സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പല്ലിവാൽ സൂത്രമായിട്ട് അതിനെ പരിണമിച്ചപ്പോൾ
ഞാൻ പരിണമിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുന്ന 1 മിനിറ്റിൽ താഴെയുള്ള ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹലോ ബസിലെ, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയായില്ലേ? ഞങ്ങൾ ഇന്ന് മീറ്റിംഗ് കൂടും. ഞാൻ അറിയിക്കാം. എന്താ കുറച്ച് തിരക്കിലായി പോയി, സ്ഥിരമായിട്ട് കുറച്ച് തിരക്കുകളിലായിരുന്നു. പ്രതീക്ഷിക്കാം. നോക്കാം, പരമാവധി പെട്ടെന്ന് തന്നെ നോക്കട്ടെ. ഒന്ന് അല്ല, നിങ്ങൾ ഓക്കെയാണോ? ബാസിൽ ഓക്കെയാണോ? ആ ഒരു ഞങ്ങളൊരു ടീമല്ല, അപ്പൊ അത് ഞാൻ വ്യക്തിപരമായിട്ട് തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മീറ്റിംഗ് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അറിയിക്കാം. അല്ലാതെ വൈകാതെ നോക്കാം. ഞാൻ കുറച്ച് വ്യക്തിപരമായിട്ട് കുറച്ച് തിരക്കിലായി പോയി. ശരി ശരി ശരി. ഇത് സംഭവിക്കുന്നത് 20-ാം തീയതിയാണ് കേട്ടോ. 20 ജൂൺ 20-നാണ്. അതായത് 9-ാം തീയതി കഴിഞ്ഞ് ഏകദേശം 1.5 ആഴ്ച 2 ആഴ്ചയോളം കഴിഞ്ഞിട്ട് 20-ാം തീയതിയാണ് 11 ദിവസത്തിന് ശേഷം 20-ാം തീയതിയാണ് ഈ ഫോൺ സംഭാഷണം നടക്കുന്നത്. ജൂൺ 20-ന് നടന്ന ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം നാളെ ഇതുവരെ അബ്ദുള്ള ബാസിൽ അവര് അന്ന് മീറ്റിംഗ് കൂടുന്നുണ്ടെന്നാണ് ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അന്നോ അതിന് പിറ്റേ ദിവസമോ ആ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം അതിന് തയ്യാറാണ് എന്നോ ഒന്നും അറിയിക്കുന്നില്ല. അതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം ഇടുന്നില്ല. ഞങ്ങൾ ഒറ്റക്കല്ലല്ലോ മീറ്റിംഗ് കൂടണ്ടേ, തീരുമാനിക്കണ്ടേ, ഞങ്ങൾ ഇന്ന് മീറ്റിംഗ് കൂടുന്നുണ്ട്, വൈകാതെ അറിയിക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കാം, അധികം വൈകൂല, ഞങ്ങൾ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ സംഭാഷണം കട്ട് ചെയ്തു പോയ അബ്ദുള്ള ബാസിൽ നാളിതുവരെ ഫോൺ മുഖേനയോ വാട്സപ്പ് മുഖേനയോ മറ്റേതെങ്കിലും സംവിധാനം വഴിയോ അബ്ദുള്ള ബാസിൽ അതിനോട് പ്രതികരിക്കുകയോ അതിനെക്കുറിച്ചുള്ള അവരുടെ തീരുമാനം ഇതുവരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന സ്ഥിതിക്ക് അബ്ദുള്ള ബാസിൽ മുങ്ങി എന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജൂലൈ മാസം 7-ാം തീയതിയാണ്. ജൂലൈ മാസം 6-ാം തീയതിയാണ്. ഈ ജൂലൈ 6-ാം തീയതി വരെ അബ്ദുള്ള ബാസിൽ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അബ്ദുള്ള ബാസിലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് സംവാദത്തിന് മുന്നോട്ട് വന്ന വിഷയത്തിൽ അബ്ദുള്ള ബാസിൽ സംവാദത്തിന് തയ്യാറായിട്ടില്ല. ഇനി സംവാദത്തിന് തയ്യാറല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് അറിയിച്ചിട്ടില്ല. അബ്ദുള്ള ബാസിൽ വാക്ക് പാലിച്ചിട്ടില്ല. അബ്ദുള്ള ബാസിൽ ഒളിച്ചോടിയിരിക്കുന്നു, പേടിച്ചോടിയിരിക്കുന്നു. അബ്ദുള്ള ബാസിൽ പിന്മാറിയതായി, അബ്ദുള്ള ബാസിൽ പിന്മാറിയതായി, അബ്ദുള്ള ബാസിൽ മുങ്ങിയതായി ഇത്തരുണത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അബ്ദുള്ള ബാസിൽ മുങ്ങി എന്നാണെങ്കിൽ മുങ്ങിയെന്നും, മുങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ മുങ്ങിയിട്ടില്ല എന്നും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇത്രയും കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് എന്താണ് മനസ്സിലായത് എന്ന് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പൊ ഇനി നമ്മള് ഈ അബ്ദുള്ള ബാസിലിനെ കുറിച്ച് രാഹുൽ ഈശ്വറിന്റെ ഒരു നിരീക്ഷണം എന്താണ് എന്നുകൂടി നമ്മൾ ഇത്തരുണത്തിൽ ഇവിടെ കേൾക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ രാഹുൽ ഈശ്വറിലേക്ക് പോവുകയാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ ഈ അബ്ദുള്ള ബാസിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിന്തിരിപ്പൻ ആശയപ്രചാരണങ്ങളെക്കുറിച്ച്, സ്ത്രീ വിരുദ്ധമായ നിലപാടുകളെക്കുറിച്ച്, മനുഷ്യത്വ വിരുദ്ധമായ ന്യായീകരണങ്ങളെക്കുറിച്ച്, അബ്ദുള്ള ബാസിലിന്റെ പ്രസംഗങ്ങളും ചർച്ചകളും ഒക്കെ കേട്ടതിൽ നിന്ന് രാഹുൽ ഈശ്വർ എത്തിയ കൺക്ലൂഷൻ നമുക്ക് ആദ്യം രാഹുലിന് പിന്നെ ബാസിലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, ഒരു വിലയിരുത്തൽ നമുക്കൊന്ന് കേൾക്കാം. അതൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു ഒന്ന് ആദ്യം തന്നെ പ്രത്യേകിച്ച് മുസ്ലിം പക്ഷത്ത് നിന്ന് നമ്മുടെ ചാനൽ ചർച്ചകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ആധുനിക കാലത്ത് ഞാൻ ഡോക്ടർ അബ്ദുള്ള ബാസിലിനെയും ഉസ്താദ് അൻസാരി സുഹരിയെ ഒക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. അവർക്കതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതെ, അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് രാഹുൽ ഈശ്വറിനോടൊപ്പം കൂടി സംവാദത്തിന് വെല്ലുവിളിക്കുകയും നിലയില്ലാക്കയത്തിൽ മുങ്ങിയൊളിക്കുകയും ചെയ്യുന്ന അബ്ദുള്ള ബാസിലിന്റെ ഈ വൈഭവത്തെ കൂടി നമ്മൾ ഇത്തരുണത്തിൽ രാഹുൽ ഈശ്വറിനോടൊപ്പം ചേർന്ന് അഭിനന്ദിക്കുകയാണ് സുഹൃത്തുക്കളെ. വെൽഡൺ അബ്ദുള്ള ബാസിൽ, വെൽക്കം രാഹുൽ ഈശ്വർ എന്നാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പൊ ബാസിൽ മുങ്ങിയ പിന്നെന്താ പ്രതിവിധി? ബാസിൽ എന്തായാലും സംവാദത്തിൽ നിന്ന് മുങ്ങി എന്ന് ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ വിഷയത്തിൽ സംവാദത്തിന് ഒരാളെ വേണം. അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അബ്ദുള്ള ബാസിൽ മുങ്ങിയാലും ഇന്ന് ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിങ്ങളിൽ പണ്ഡിതന്മാർക്ക് ധൈര്യമില്ലെങ്കിലും ആ ദൗത്യം വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുന്ന
പുതിയ കാലത്തിന്റെ കേരളത്തിലെ മഹതിയായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള രാഹുൽ ഈശ്വർ ജിയെ കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. കാരണം അദ്ദേഹം ജിഹാദ് നന്മയാണോ തിന്മയാണോ എന്ന വിഷയത്തിൽ ആരിഫ് ഹുസൈനുമായി ഒരു പരസ്യ സംവാദം നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ സംവാദം നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടു. അബ്ദുള്ള ബാസിൽ ആ സംവാദത്തിന്റെ അവലോകനത്തിലേക്കോ സംവാദകരുടെ വാദഗതികളിലേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ രാഹുൽ ഈശ്വറിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇസ്ലാമിക ലോകം എല്ലാ കാലത്തും പഴി കേട്ടിട്ടുള്ള ഒരു ആശയമാണ് ജിഹാദ്. ആ ഇസ്ലാമിക ജിഹാദ് നന്മയാണോ തിന്മയാണോ എന്ന വിഷയത്തിൽ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിലെ ജിഹാദ് തിന്മയല്ല എന്ന് പറയാൻ വേണ്ടി, ഇസ്ലാമിൽ ജിഹാദ് നന്മയുടെ കേദാരമാണ് എന്ന് പറയാൻ വേണ്ടി മുസ്ലിങ്ങളൊക്കെ മാറി നിന്നപ്പോ, മുസ്ലിങ്ങളൊക്കെ സംവാദങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചപ്പോ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിലാണ് ഇനി എൻ്റെ പ്രതീക്ഷ. അടിമത്ത വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാവാൻ കഴിയാതെ മാളത്തിൽ ഒളിച്ച അബ്ദുള്ള ബാസിലിനും കൂട്ടർക്കും പകരമായിട്ട് ഇസ്ലാമിക ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനും കെൽപ്പുള്ള മൂർച്ചയുള്ള ഒരു സംവാദകനെ എനിക്ക് കണ്ടുകിട്ടിയതിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു ദൗത്യം കൂടി ഏറ്റെടുത്തതായിട്ട് 2 ദിവസം മുൻപത്തെ ഒരു വീഡിയോയിൽ കണ്ടു. അതുകൂടി കണ്ടപ്പോഴാണ് രാഹുൽ ഈശ്വരനെയാണ് ഇതിന് പറ്റിയ ആള് എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം ഇസ്ലാമിക വിമർശനം കൊടുമ്പിരി കൊള്ളുകയും ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കിയ മനുഷ്യർ, ഇസ്ലാം പ്രാക്ടീസ് ചെയ്തിരുന്ന വിശ്വാസികൾ ഇസ്ലാം ഉപേക്ഷിച്ച് ഇസ്ലാമികേതരമായ ഒരു ജീവിത മാർഗത്തിലേക്ക് അല്ലെങ്കിൽ മതേതരമായ ഒരു ജീവിത വഴിയിലേക്ക് മാറുമ്പോൾ, മതബോധം വിട്ട് മാനവികതയുടെ പക്ഷത്തേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് മുസ്ലിം എന്നതിന് പകരം എക്സ് മുസ്ലിം എന്ന നാമധേയം സ്വീകരിക്കരുതെന്നും എക്സ് മുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ മുസ്ലിമിലേക്ക് തന്നെ നിങ്ങൾ മാറിപ്പോകണം എന്ന അഭ്യർത്ഥനയുമായി എക്സ് മുസ്ലിമായി പരിണമിച്ച ഒരു വ്യക്തിയെ തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ കൂടുകയറ്റി എന്ന അവകാശവാദവുമായിട്ട് രാഹുൽ ഈശ്വർ ഈ അടുത്ത് പുറത്തുവിട്ട ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. ഒരു ഓഡിയോ സംഭാഷണമാണ്. ആ ഓഡിയോ സംഭാഷണം വീഡിയോ രൂപത്തിൽ പുറത്തുവിടുന്നതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ വിളിച്ചു. അദ്ദേഹം ഇപ്പം താനൊരു എക്സ് മുസ്ലിം ആണെന്നും മുസ്ലിം സമൂഹത്തിന്റെ മതത്തിന്റെ പുറത്തു വന്നുവെന്നും മതത്തിലെ കൺസർവേറ്റീവുകളെ അമിതമായി രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹത്തോടെ ഒരു പരിഭവ രൂപേണ പറയുകയും വർഷങ്ങളായി എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുകയും ചെയ്തു. ഞാനപ്പോൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നിങ്ങൾ എക്സ് മുസ്ലിം ആകരുത്, നല്ല മുസ്ലിം ആകണം, നിങ്ങൾ എക്സ് ഹിന്ദു ആകരുത്, നല്ല ഹിന്ദു ആകണം, എക്സ് ക്രിസ്ത്യൻ ആകരുത്, നല്ല ക്രിസ്ത്യൻ ആകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മതത്തിലേക്ക്, ദൈവീകതയിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരിച്ചു നയിക്കുന്നതിന്റെ സംഭാഷണമാണുള്ളത്. അപ്പോൾ എക്സ് മുസ്ലിമിൽ നിന്ന് മുസ്ലിമിലേക്ക്. അതെ, അപ്പൊ എക്സ് മുസ്ലിങ്ങളായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ തിരിച്ച് മുസ്ലിമിലേക്ക് തന്നെ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ അതുകൂടി തന്റെ ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള രാഹുൽ ഈശ്വർ, ഇനി നിങ്ങൾ പറയൂ, ഈ സംവാദത്തിന് ഇതിലും പറ്റിയ ഒരാളാരാണ്? ഒരു ബാസിൽ മുങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു റഫീഖ് സലഫി മുങ്ങിയെങ്കിൽ, ഒരു മുഹമ്മദ് ഈസ മുങ്ങിയെങ്കിലും ഇസ്ലാം അനാഥമാവുകയില്ല. ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ മണ്ണിൽ ഇന്ന് നെഞ്ചുറപ്പുള്ള ഒരാളുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിൽ ഇസ്ലാമിക സമൂഹം അഭയം പ്രാപിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ രാഹുൽ ഈശ്വറിനേക്കാൾ പറ്റിയ ഒരാളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അബ്ദുള്ള ബാസിൽ ഉയർത്തിവിട്ട അടിമത്തം എന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു പോകാൻ കാരണമായിട്ടുള്ള എക്സ് മുസ്ലിം ആവാൻ ഹേതുവായിട്ടുള്ള അടിമത്തം എന്ന വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ, ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ കച്ചകെട്ടിയിറങ്ങിയ രാഹുൽ ഈശ്വർ അടിമത്തത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റി എല്ലാ എക്സ് മുസ്ലിങ്ങളെയും ഇസ്ലാമിന്റെ പിന്നെ ആകാശത്തിന് കീഴിലേക്ക് ചേർക്കാൻ രാഹുൽ ഈശ്വർ ആ ദൗത്യം കൂടി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പോൾ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഇസ്ലാമിന് വേണ്ടി ഈ ദൗത്യം, ബാസിൽ മുങ്ങിയ സ്ഥിതിക്ക് അടിമത്ത വിഷയത്തിൽ ഇസ്ലാമിന് വേണ്ടി രാഹുൽ സംവാദത്തിന് തയ്യാറാകുമോ എന്ന എൻ്റെ ചോദ്യം നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയുന്നതിലേക്ക് ഞാനിവിടെ സമർപ്പിക്കുന്നു. രാഹുൽ ഈശ്വർ വരും എന്ന് അഭിപ്രായമുള്ളവർക്ക് അതും, രാഹുൽ ഈശ്വർ വരില്ല എന്ന അഭിപ്രായമുള്ളവർക്ക് അതും രേഖപ്പെടുത്താം. ഇത് നിങ്ങളുടെ കേവലമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. രാഹുൽ ഈശ്വർ വരുന്നതും വരാത്തതുമായിട്ട് ഇതിന് ബന്ധമൊന്നും ഉണ്ടാവില്ല. സാങ്കേതികമായിട്ടുള്ള ആ ഒരു മുന്നറിയിപ്പ് കൊടുത്തരും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പോളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.
നിങ്ങൾ കമന്റ് ബോക്സിലും രാഹുൽ വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ നിങ്ങൾ, അതായത് ജിഹാദ് നന്മയാണ് എന്ന് സമർത്ഥിക്കാൻ ഇസ്ലാമിന് വേണ്ടി രംഗത്തിറങ്ങിയ രാഹുൽ ഈശ്വർ ഇസ്ലാമിൽ അടിമത്തം അല്ലെങ്കിൽ അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന അബ്ദുള്ള അബ്ബാസിൽ ഉയർത്തിയ സംവാദ വെല്ലുവിളി വിഷയത്തിൽ നമ്മളോട് സംവാദത്തിന് രാഹുൽ ഈശ്വർ തയ്യാറാകുമോ ഇല്ലയോ എന്ന ഒരു നിലപാടാണ് ഇനി അറിയേണ്ടത്. പക്ഷെ അതിനകത്ത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഈ ഇദ്ദേഹത്തെ വിളിച്ച ആള് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അത് പഠിച്ചു തീർന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഇനിയും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു സമസ്യ ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഇനി ആ വിഷയത്തിൽ ആ ഫോൺ സംഭാഷണത്തിൽ രാഹുൽ ഈശ്വറിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ, ഞാൻ രാഹുൽ ഈശ്വറിന്റെ ഇപ്പോഴുള്ള പുതിയ ഈ ചുവടുമാറ്റത്തെക്കുറിച്ചും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രോ ഇസ്ലാമിക് ഇടപെടലിനെ കുറിച്ചും, ഒരു ഭാഗത്ത് ഇസ്ലാമിസത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്, ഇസ്ലാമിസ്റ്റുകളെയാണ് നമ്മൾ എതിർക്കേണ്ടത് പറയുകയും അതേ ഈ റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളിൽ പുതിയ കാലത്ത് പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന രാഹുൽ ഈശ്വറിന്റെ മുന്നിലേക്ക് രാഹുൽ ഈശ്വറിന്റെ ആ നിലപാടിനെ കുറിച്ച് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ചില നിരീക്ഷണങ്ങളും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ അതിലെ ചില ഭാഗങ്ങൾ മാത്രം, ഇന്നത്തെ വിഷയത്തിന്റെ നേർക്കുനേറുള്ള മെറിറ്റിലല്ല, പക്ഷെ രാഹുൽ ഈശ്വറിന്റെ ഈ ഇന്റൻഷനെ കുറിച്ച് ഞാൻ ഉയർത്തിയ ആശങ്കകൾ ശരിവെക്കുന്ന തരത്തിലുള്ള ചില സംഭാഷണങ്ങൾ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ച എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെട്ട വ്യക്തിയുമായിട്ട് രാഹുൽ ഈശ്വർ നടത്തുന്ന അഭിപ്രായങ്ങളിൽ എനിക്ക് വീണ്ടും അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, കേട്ടോ. അപ്പം രാഹുലിന്റെ ഈ അടുത്തായി ഞാൻ കാണുന്നത്, അതായത് ഒരു ഭാഗത്ത് മുസ്ലിം പ്രതിരോധത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ ശക്തമായി വാദിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നു. അതെ, അതായത് ഇസ്ലാമിക ലോകം, ഞാൻ പറഞ്ഞു തന്നെ പല ആളുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കും അതൊരു വലിയ ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഇനി ഏറ്റെടുത്തോളും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പിന്നെ ബാസിൽ പോലും ഇപ്പം ഉണ്ടാത്തത്. ഇനി ഇവർ തമ്മിൽ അന്തർധാര ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യം പറയരുതല്ലോ. അങ്ങനെയൊക്കെ ചില ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രം. എന്തായാലും ഈ ചോദ്യത്തിനുള്ള രാഹുൽ ഈശ്വറിന്റെ മറുപടി കേൾക്കാം. ഇപ്പം മുഹമ്മദ് നബിയുടെ കാര്യത്തില് സ്വയം ഒരാൾ വന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബിയുടെ ഒരു ചരിത്രം. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെയും ഞാൻ പറയുന്നത് സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താ അറിയാം, അത് തന്നെയല്ലേ എബ്രാഹിമും, അത് തന്നെയല്ലേ മോസസും, അത് തന്നെയല്ലേ യേശു ക്രിസ്തുവും, അത് തന്നെയല്ലേ മുഹമ്മദ് നബി. അപ്പൊ ഇസ്ലാമിനെ കുറിച്ചുള്ള അവകാശവാദങ്ങളെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടല്ല രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് അവിടെ പറയുന്നത് അതെല്ലാം ഒരേപോലെ തന്നെ അല്ലേ, ഇസ്ലാം പോലെ തന്നെ അല്ലേ ഹിന്ദുമതവും, മുഹമ്മദ് നബീനെ പോലെ തന്നെ അല്ലേ ഈസാ നബിയും, അതേപോലെ തന്നെ അല്ലേ മൂസാ നബിയും, അതേപോലെ തന്നെ അല്ലേ എല്ലാവരും എന്നാണ്. ഇസ്ലാമിൽ ദൈവം പ്രത്യേകമായി നിയോഗിക്കുകയും ജിബ്രീൽ മുഖാന്തരം ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും ഉത്തമ ജീവിത മാതൃകയായി സ്വീകരിക്കാവുന്ന ജീവിത പദ്ധതി, മാർഗദർശനം, നിയമസംഹിത അവതരിപ്പിച്ചു കൊടുക്കുകയും അത് ജീവിച്ചു കാണിച്ച് മാതൃകയാക്കുകയും ചെയ്തു എന്ന ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ വിശ്വാസത്തിന് അടിസ്ഥാനമില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായ ചോദ്യത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മുഹമ്മദ് സ്വന്തം നിലക്കാണ് പറഞ്ഞതാണ്, അല്ലാതെ ഇങ്ങനെ ദൈവികമായ ഒരു പ്രവാചകത്വത്തിനൊന്നും തെളിവില്ല, ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ ഈസാ നബി എന്നത്. ക്രിസ്തുമതത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ സ്വന്തം നിലക്ക് പറഞ്ഞു തന്നെയല്ലേ എന്നാണ്. അതന്നെയല്ലേ നമ്മൾ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ സ്വന്തം നിലക്ക് പറഞ്ഞതാണ്. പക്ഷെ ഇസ്ലാമിക പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വാദം അതല്ലല്ലോ. അത് അദ്ദേഹം സമഗ്രമായിട്ട് മാറ്റിമറിക്കുകയും അല്ലെങ്കിൽ സമഗ്രമായിട്ട് മറച്ചു പിടിക്കുകയും ഓല് മാത്രമല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുക, അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇപ്പം അതെല്ലാവരും അങ്ങനെ തന്നെ സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടാണ് വരിക. അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഉണ്ട്, പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അത് രാഹുൽ അത് അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളതില് ഒരാളെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നില്ല. അതായത് അമ്പലത്തിൽ പോകുന്ന ആളുണ്ട്, പോകാത്ത ആൾക്കാരുണ്ട്. ഡിഫറൻസ് ഞാൻ സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു, എന്റെ 45 വയസ്സ് വരെ ജീവിതത്തിൽ ഞാൻ കണ്ടത്
ഒരിക്കലും അതൊരു ചർച്ചാ വിഷയമാക്കുകയല്ല, അത് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതോ ഞാൻ കണ്ടില്ല. മറിച്ച് ക്രിസ്ത്യൻസിലായിക്കോട്ടെ മുസ്ലിമിലായിക്കോട്ടെ ഇതൊരു അളവുകോലാണ്. അവൻ എത്രത്തോളം പള്ളിയിൽ പോകുന്നു, അവൻ എത്രത്തോളം അവന്റെ മതനിയമത്തിൽ ജീവിക്കുന്നു എന്നുള്ളത്. നോക്കൂ, ഇവിടെ സാമൂഹികമായി ഇസ്ലാം മത സമൂഹവും അതല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗവും പുലർത്തിപ്പോരുന്ന വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തികളും അല്ലാത്ത വ്യക്തികളും എന്ന വേർതിരിവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ്. എന്നാൽ ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ, നോമ്പ് നോൽക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയും അതിനനുസരിച്ച് ആളുകളോട് നിലപാട് സ്വീകരിക്കുകയും അതിനനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ പുറകെ നടന്ന അപരന്റെ വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ നോക്കിയും കണ്ടും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്ന ഇടപാട് മുസ്ലിം സമൂഹത്തിലുള്ളതുപോലെ ഹിന്ദു സമൂഹത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ നിർബന്ധം അല്ലെ, അങ്ങനെ ഒരു ഇമ്പോസ് ചെയ്യുന്ന പരിപാടിയൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്ന ഒരു വ്യക്തിയുടെ നിരീക്ഷണത്തോട് രാഹുൽ ഈശ്വറിന്റെ മറുപടി എന്താ അറിയൂ? നിങ്ങൾ കേട്ടോളി, അതത്ര വലിയ നന്മയൊന്നും അല്ല എന്നാണ്. അതായത് അങ്ങനെ സംഘടിതമായി ഒരു സമൂഹം വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിലും ആരാധനയിലും കൈകടത്തുന്നത്, അതിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത്, ഒരു വ്യക്തിയോടുള്ള നിലപാടിൽ ഇയാളുടെ മതപരത ഒരു പരിഗണനാ വിഷയമാക്കി എടുക്കുന്നത് കുറവാണ് ഹിന്ദു സമൂഹത്തിൽ എന്നത് അതത്ര വലിയ സംഭവമായിട്ട് കാണണ്ട, അതൊരു ന്യൂനതയായിട്ട് കാണണം എന്നാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്. അതായത് മതസഹിഷ്ണുത, വിശ്വാസത്തിനകത്തുള്ള മനുഷ്യർ, ഒരു മതസമൂഹത്തിനകത്തുള്ള മനുഷ്യർക്കിടയിലുള്ള വിശ്വാസപരമായ അവകാശങ്ങളും ആരാധനാപരമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യവും അതിനോടുള്ള സഹിഷ്ണുതയും വലിയ കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിനൊപ്പിക്കാൻ വേണ്ടി രാഹുൽ പറയുന്ന ഒരു വാദം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും. തിരിച്ചൊരു കൗതുകമുള്ള കാര്യം പറയട്ടെ. ഞങ്ങളെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു അച്ചടക്കമോ സാധനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം. അത് നമ്മുടെ ശക്തിയല്ല. പറയുന്നത് ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അതായത് ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വീണു പോയാൽ സഹായിക്കാൻ പോലും ആരുമില്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമല്ല, കുത്തൊഴിച്ച് കിടക്കുകയാണെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയൊരു എലിമെന്റ് ഓഫ് ഫ്രീഡമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ചൊരു ഘടന ഇല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയെന്നല്ലാതെ അതിന്റെ പിന്നിൽ വേറെ വലിയ സ്ട്രാറ്റജി ഒന്നുമില്ല. ഇതിങ്ങനെ വളരെ വിശാലമായിട്ട് ഒരു ഫ്രെയിംവർക്കായിട്ട് നിൽക്കുന്നതിനപ്പുറം ഗുണമുള്ളൊരു കാര്യം നമുക്ക് ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഇടയിൽ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം നടപ്പിലാക്കണം ഒരുപാട് നാളെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്ക് അതിനൊരു സ്ട്രക്ചറോ സിസ്റ്റമോ ഇല്ല. ഈ സ്ട്രക്ചർ സിസ്റ്റം ഇല്ലായ്മയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇതിനകത്ത്. നോക്കൂ, എത്ര വസ്തുതാവിരുദ്ധമായ, എത്ര നീചമായ നിലവാരത്തിലേക്ക് പോയിട്ടാണ് രാഹുൽ ഈശ്വർ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. നോക്കൂ, ഇസ്ലാമിന്റെ മതകാര്യത്തിലുള്ള അസഹിഷ്ണുത, മതസമൂഹത്തിനകത്ത് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരന്റെ വിശ്വാസത്തിലേക്ക് ചൂഴ്ന്നു നിൽക്കുന്ന വിശ്വാസിയുടെ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഹിന്ദു സമൂഹത്തിൽ ഇല്ലാതെ പോയത് അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളിൽ ഇല്ലാതെ പോയത് അത്ര വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട, അത് ഒരു ദൗർബല്യമായിട്ട്, ഒരു ന്യൂനതയായിട്ട് കാണണം. ഒരു വിശ്വാസിയുടെ വിശ്വാസവും ആരാധനയും അയാളുടെ ഇടപെടലുകളും അയാളുടെ മതകാര്യത്തിലുള്ള കണിശതയും അളന്ന് തിട്ടപ്പെടുത്തി അവനോടുള്ള സാമൂഹികവും വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള വിഷയങ്ങൾ തീരുമാനമെടുക്കുന്ന നിലവാരം സ്വീകരിക്കുന്ന ഇസ്ലാമിന്റെ ഈ പറയുന്ന ധാർഷ്ട്യത്തെ അതൊരു വലിയ മേന്മയായിട്ടും അതൊരു കെട്ടുറപ്പായിട്ടും, അത് ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഇല്ലാത്തത് അത് ഹൈന്ദവ സമൂഹത്തിന്റെ ദൗർബല്യമായിട്ടും രാഹുൽ ഈശ്വർ വിശേഷിപ്പിക്കുകയാണ്. ഇത് വലിയവരാ ചെറിയവരാ എന്ന് നമ്മൾ നിരവധി തവണ പല വിഷയങ്ങളിൽ പറഞ്ഞതിന്റെ മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, അടുത്തതൊന്നുകൂടിയുണ്ട്. ഓരോന്നിന്റെ നന്മ എടുത്ത് ബാക്കി എല്ലാരും ലേണിംഗ് ഫ്രം ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു സാധനം, അതല്ലേ നല്ലത്. പക്ഷേ മുസ്ലിമിന് ആ ഒരു ഇത് അനുവദനീയമല്ലല്ലോ. അവരെ വിശ്വാസപ്രകാരം എന്ന് വെച്ചാൽ വളരെ കടുത്ത വിശ്വാസം എന്നുള്ള രീതിയിലാണ് പുറത്ത് കാണുന്നത്. അതായത് അവർ പറയുന്നതൊക്കെ ഏത് കാലത്തേക്കും വാലിഡ് ആണെന്നുള്ള രീതിയിലാണ് ഇവരൊരു
അവകാശവാദം. അത് എല്ലാ മതങ്ങളിലും ഇല്ലേ? ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങളിലൊന്ന് കാലം എത്ര തീർന്നാലും എന്റെ വാചകങ്ങൾ മാറിപ്പോയില്ല എന്നാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് സനാതന ധർമ്മം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും നിൽക്കുന്നത്. അപ്പൊ എല്ലാത്തിലെയും നന്മയെടുത്ത് സകല മതങ്ങളെയും സമന്വയിപ്പിച്ച് യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എക്സ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന വ്യക്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു നിലപാട് ഇസ്ലാമിലില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നോ നന്മ ഏത് മതത്തിലുള്ളതാണെങ്കിലും നമുക്ക് സ്വീകരിക്കാമെന്നോ അങ്ങനെ എല്ലാ മതങ്ങളുടെയും നന്മ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നന്മയിലായി ധർമ്മത്തിലായി ജീവിച്ചാൽ മതി എന്നോ ഉള്ള കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാം മാത്രമാണ് നന്മ. ഇസ്ലാം അല്ലാത്ത ഒരു മതം സ്വീകരിക്കൽ പോലും, ഒരു മതം തെരഞ്ഞെടുക്കൽ പോലും, ഇനി ജന്മനാ മറ്റൊരു മതത്തിലായി ജനിച്ച മനുഷ്യൻ ആ മതത്തിലായി തുടരൽ പോലും തിന്മയായിട്ട് പറയുന്ന ഒരു മതം, പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം ഒരു തിന്മയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും നന്മയുണ്ട് എന്ന് വിശ്വസിക്കുക. ഇസ്ലാം മതത്തിൽ നന്മയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇസ്ലാം ദൈവികമാണ് എന്ന ബോധ്യം ഉണ്ടായിക്കൊണ്ട് ആണ് രാഹുൽ ഈശ്വർ പണിയെടുക്കുന്നതെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആയിക്കൊണ്ട് ഹിന്ദുവായി ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ തിന്മ ഇനി രാഹുൽ ഈശ്വർ ഈ ലോകത്ത് ചെയ്യാനില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹു ഒരു പക്ഷേ എക്സ് മുസ്ലിമായ എന്നോട് പുറത്തേക്കാം, എനിക്ക് ചിലപ്പോൾ സ്വർഗം തന്നേക്കാം. പക്ഷെ രാഹുൽ ഈശ്വർ എന്ന മുഷിരിക്കിനോട് ദൈവം പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല. ദൈവനിഷേധിയോട് പുറത്താലും മറ്റൊരു ദൈവസങ്കല്പത്തിൽ വിശ്വസിച്ച, മറ്റൊരു മതത്തെ മതമായി സ്വീകരിച്ച വ്യക്തിയോട് അള്ളാഹു പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് പറഞ്ഞപ്പോ രാഹുൽ ഈശ്വർ എന്താ പറയുന്നത്? അതന്നെയല്ലേ എല്ലാ മതത്തിലും, നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ്, അങ്ങനെ തന്നെയല്ലേ ഇസ്ലാമിലും, അങ്ങനെ തന്നെയല്ലേ ക്രിസ്ത്യാനിറ്റിയിലും, അങ്ങനെ തന്നെയല്ലേ ഞങ്ങളെ മതത്തിലും, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ എന്ന്. സംഗതി ശരിയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. പക്ഷെ ആ മതസമൂഹങ്ങൾ അങ്ങനെ ഇപ്പോൾ പറയുന്നില്ല എന്ന തിരിച്ചറിവ് രാഹുലിന് വേണം. ഞങ്ങളെ മതത്തിൽ എന്താ പറഞ്ഞത്, ഞങ്ങളെ ഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞത്, ഞങ്ങളെ വേദത്തിൽ എന്താ പറഞ്ഞത്, അത് തന്നെയാണ് എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ നിൽക്കേണ്ടത് എന്ന പിടിവാശി മതഗ്രന്ഥങ്ങളിലോ വേദങ്ങളിലോ പാഠങ്ങളിലോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എല്ലാ മതങ്ങളിലും. പക്ഷെ ആ സമൂഹങ്ങൾ അതിൽ നിന്ന് മാറി മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്, ഇസ്ലാം ഒഴികെ എന്ന കാര്യം രാഹുൽ ഈശ്വർ ഭംഗ്യന്തരേണ മറക്കുകയാണ്. എന്നിട്ട് രാഹുൽ ഈശ്വർ ഇതിനെല്ലാം കൂടി അങ്ങനെ തന്നെയല്ലേ എല്ലാത്തിലും എന്ന് പറയുകയാണ്. മതനിയമങ്ങളുടെ പരിഷ്കരണത്തെക്കുറിച്ച് ഹിന്ദുവിന്റെ കാഴ്ചപ്പാടും മുസ്ലിമിന്റെ കാഴ്ചപ്പാടും ക്രിസ്ത്യാനിറ്റിയുടെ കാഴ്ചപ്പാടും ഒരു ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാടും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കുകയാണ്. സ്കൂൾ കുട്ടികൾ ഒരു 10 മിനിറ്റ് സൂംബ കളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനെതിർത്ത് ചാടിയ ആളുകളിൽ ഇസ്ലാമിസ്റ്റുകളും ഈ രാഹുൽ ഈശ്വർ അല്ലാത്ത വേറെ ഏതെങ്കിലും മത നേതൃത്വത്തിന്റെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പബ്ലിക്കിൽ വന്നതുപോലെ ഇങ്ങനെ വിഴുപ്പലക്കുന്ന ആൾക്കാർ. എന്താണ് അതിന്റെ കാരണം? രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ഇവരുടെ ഇതേ നിലപാടിലായി എന്നത് രാഹുൽ ഈശ്വർ ഇപ്പോഴേറ്റെടുത്തിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിരിക്കാം. അതല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ തന്നെ നിലവാരത്തിൽ പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ഉയർത്തിപ്പിടിക്കുന്ന ഈ പിന്തിരിപ്പൻ ആശയങ്ങളെ മുസ്ലിങ്ങളുടെ നാക്കിലൂടെ പറയിപ്പിക്കാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, പറയാനുള്ള പിന്തിരിപ്പൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ഇത്തരം ആൾക്കാരെ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ നിങ്ങളൊക്കെ പിന്നാലെ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള ധൈര്യം കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയാണോ എന്നും സംശയിക്കാവുന്നതാണ്. ഈ 2 കാര്യങ്ങളിലേ ഉള്ളൂ ഇപ്പൊ അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് അതിപ്പോ ഇസ്ലാമിൽ മാത്രം നല്ല അങ്ങളിലൊക്കെ അങ്ങനെ തന്നെയല്ലേ എന്നാണ് രാഹുൽ ഈശ്വറിന്റെ അടുത്ത വാദം. കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടി. ഇപ്പം ഇസ്ലാം മതത്തിലുണ്ട്, ഇപ്പൊ ഓരോ മതത്തിന്റെയും പ്രശ്നങ്ങൾ പറയാം. ഇസ്ലാം മതത്തില് ഈ റാഡിക്കൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്. അപ്പോ അതിനെ നമുക്ക് പ്രതിരോധിക്കാം.
അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് 100 പേര് ICC അടക്കം ചേരാൻ പോയത്. ആലോചിച്ച് നോക്കി, ഇന്ത്യ പോലെ കേരളം പോലെ സുന്ദരമായ സ്ഥലത്ത് നിന്ന് ICC ചേരേണ്ട എന്ത് ആവശ്യമാണ് ആർക്കെങ്കിലും ഉള്ളത്? എന്താവശ്യമാണ് ആർക്കെങ്കിലും ഉള്ളത്? അതിന്റെ ഉത്തരം സത്യസന്ധമായിട്ട് രാഹുൽ അന്വേഷിച്ചാൽ രാഹുലിന്റെ ഈ അസ്ക്യത തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിഹാദ് നന്മയാണോ തിന്മയാണോ എന്ന സംവാദത്തിൽ ജിഹാദ് കുറേ തരമുണ്ടെന്നും ജിഹാദ് നന്മയാണെന്നും ജിഹാദുൽ അസ്ഗർ ആണ് തോക്കെടുത്ത് വെടിവെക്കലെന്നും പറഞ്ഞ രാഹുൽ ഈശ്വർ ഇപ്പൊ പറയുന്നത് ഇസ്ലാമിന്റെ പ്രശ്നമായിട്ട് കാണുന്നത് ഇസ്ലാമിന്റെ ചില തീവ്ര നിലപാടുകാർ ഉണ്ടായി വരുന്നു, കേരളത്തിൽ നിന്ന് പോലും ISISലേക്ക് ആള് പോകുന്നു എന്നത് ഒരു ന്യൂനതയാണ്, ഒരു പ്രശ്നമാണ് ഇസ്ലാമിക സമൂഹത്തിൽ. അത് പക്ഷെ അത് പരിഹരിക്കേണ്ടതാണ്. എങ്ങനെ പരിഹരിക്കണം? അത് മതത്തെ പിന്നീട് ആരോ തെറ്റിദ്ധരിപ്പിച്ചതോ ദുർവ്യാഖ്യാനം ചെയ്തതോ കാലക്രമേണ മതത്തിൽ കടന്നുകൂടിയിട്ടുള്ള പ്രശ്നമോ ആയിരിക്കാം എന്ന് പറയാണ് രാഹുൽ ഈശ്വർ. ഏത് രാഹുൽ ഈശ്വർ? ഒരു ഭാഗത്ത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇസ്ലാമിന്റെ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്ന അതേ രാഹുൽ ഈശ്വറാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോയിട്ട് ജിഹാദ് നന്മയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ISലേക്ക് ആള് പോയത് ജിഹാദുൽ അക്ബറിനാണോ അസ്ഗറിനാണോ എന്ന് രാഹുൽ ഈശ്വർ ഒന്ന് മൗനം അവലംബിച്ചിരുന്നാൽ, വാക്കുകളിൽ പറയുന്ന വലിപ്പ ചെറുപ്പത്തിനപ്പുറത്തേക്ക് ഈ വിഷയം നമ്മൾ വിശദമായിട്ട് രാഹുൽ ഈശ്വറിനുള്ള മറുപടി തന്നതാണ്. രാഹുൽ ഈശ്വർ അതിനോട് പ്രതികരിക്കും എന്ന് ഞാൻ സമയം ഉണ്ടാവില്ലായിരിക്കും, സമയമെടുത്തിട്ട് അതിന് അദ്ദേഹത്തിന് മറുപടി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി ബാക്കി ഇതാണ് ശരിയാണ്. ഇതാണ് ഇസ്ലാം മതത്തിനുള്ളിലുള്ള ഒരു പ്രശ്നമായിട്ട് ഈ റാഡിക്കൽസ് വരുന്നത്. ഇതേപോലെ ക്രിസ്ത്യൻ മതത്തിലെ ഒരു പ്രശ്നമാണ് ഈ തീവ്ര മതപരിവർത്തനവാദം ചിലപ്പം വരും. അതായത് ബാക്കിയുള്ളവരെല്ലാം എന്താ പറയുക നമ്മുടെ വിശ്വാസത്തിലേക്കാക്കണം, ബാക്കിയുള്ള മതങ്ങളെ അങ്ങനെ ഒരു എക്സ്ട്രീം കൺവേർഷനിസം എന്ന് പറയുന്ന ഒരു സാധനം. ഞങ്ങളുടെ ഇടയിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ജാതീയത, പരസ്പരമുള്ള യോജിപ്പില്ലായ്മ. വിശാലാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുമ്പോഴും നായർക്ക് ഈഴവനെ, ഈഴവന് പുലയനെ, പുലയന് ധീവരനെ, ധീവരന് ബ്രാഹ്മണനെ, ബ്രാഹ്മണന് വേറൊരാളെ, ഇങ്ങനെ പലരുടെ ഇടയിലും വേണ്ടത് ഈ ഐക്യമില്ല. നോക്കൂ, ISIS മുന്നോട്ട് വെച്ച തീവ്ര നിലപാട് വല്ല കാര്യമുണ്ടോ കേരളത്തിൽ നിന്ന് ISലേക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രേരണ ഖുർആനാണ് എന്ന് രാഹുലിനെ ബോധ്യപ്പെടുത്താൻ ഏത് സാധാരണക്കാരനും കഴിയും. രാഹുൽ ഈശ്വർ ഖുർആൻ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിന് പരിശീലനം കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മദ്രസയിൽ പഠിച്ച കുട്ടികൾ, ഈ കേരളത്തിൽ നിന്ന് ISലേക്ക് പോയവർ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ യമനിലോ സിറിയയിലോ പോയിട്ട് അവിടുത്തെ ISIS സ്കൂളിൽ മദ്രസ വിദ്യാഭ്യസിച്ചവരല്ലോ. ഇവിടുത്തെ മതപാഠശാലകളിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടുത്തെ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള മതസംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മതപ്രവർത്തനം നടത്തിയവരല്ലേ. കുറച്ചുകൂടി വെടിപ്പാക്കി പറഞ്ഞുതരാം. വഹാബിയൻ ആശയധാരയിൽ നിന്ന് മാത്രമാണ് കേരളത്തിൽ നിന്ന് ISലേക്ക് ആൾ പോയിട്ടുള്ളത്. രാഹുൽ ഈശ്വർ ഇപ്പം ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ പ്രതിനിധികളുടെ ആളുകൾ, അവരോട് ചേർന്ന് നിന്ന ആളുകൾ, അവർ പരിശീലിപ്പിച്ച ആളുകൾ, അവരുടെ ഭാഗമായിരുന്ന ആളുകൾ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ MM അക്ബർ എന്ന് പറയുന്ന വഹാബി പ്രചാരകന്റെ പീസ് സ്കൂളുമായി ബന്ധമുള്ള ആളുകളാണ് പോയവരിൽ ഏറിയ പങ്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള മൗദൂദിയൻ ആശയം എന്ന് പറഞ്ഞാലും അത് വഹാബിസത്തിലേക്ക് തന്നെ ചെന്നെത്തും. അപ്പൊ കേരളത്തിലെ തീവ്ര ജമാഅത്ത് പശ്ചാത്തലമുള്ളവരും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന വഹാബി ആശയധാരയിൽ നിന്നുള്ളവരുമാണ് ISലേക്ക് പോയവരെല്ലാം. അതിന്റെ പുതിയ കാല പ്രചാരകരെയാണ്, അതേ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരെയാണ് രാഹുൽ ഈശ്വർ ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായിട്ട് കാണുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന വഹാബി ആശയധാരയിലുള്ള ആളുകളുടെ ഷെയ്ഖായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയധാര തന്നെയാണ് ISISന്റെ തലവനും അൽ ഖ്വയ്ദയുടെ തലവനും ഒക്കെ പൊതുവിൽ പങ്കുവെക്കുന്ന സ്കൂൾ ഓഫ് തോട്ട്. അതാണ് അവരുടെ ഐഡിയോളജിക്കൽ ബേസ്. ആ ഐഡിയോളജിക്കൽ ബേസ് അവർ പരിശീലിപ്പിക്കുന്നത് ജിഹാദിനാണ്. ആ ജിഹാദിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അതായത് ലോകക്രമത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ഇസ്ലാമിന്റെ പ്രഖ്യാപിത നയത്തെ നടപ്പിലാക്കാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കർമ്മ പദ്ധതിയുടെ പേരാണ് ജിഹാദ്.
അതിനകത്ത് ജിഹാദ് സഗീറും കബീറും മിഡിൽ ക്ലാസും ഒക്കെ ഉണ്ടാവും. ജിഹാദ് നിക്കറിട്ടതും ജിഹാദ് നിക്കറിടാത്തതും, ജിഹാദ് സുന്നത്ത് കഴിച്ചതും ജിഹാദ് സുന്നത്ത് കഴിക്കാത്തതും ഒക്കെ ഉണ്ടാവും. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ രാഷ്ട്രീയ ക്രമത്തെ, ലോകത്തിന്റെ നിയന്ത്രണം ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഭരണക്രമത്തിൽ ഒരു ഖലീഫയുടെ കീഴിലായിരിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ജീവിത ലക്ഷ്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരിൽ നിന്നാണ് അവരാണ് മലയാളിയായിരുന്നിട്ട് പോലും IS പോയത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് IS എന്ന് രാഹുൽ ഈശ്വർ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രാഹുൽ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജിഹാദ് എന്താണ് എന്നും അതിന്റെ യഥാർത്ഥ രൂപം എന്തായിരുന്നു എന്നും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഇനിയും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയേ തരമുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴത്തെ രാഹുലിന്റെ മുന്നോട്ട് പോക്കിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ജിഹാദ് വെളുപ്പിക്കുന്ന രാഹുൽ ഈശ്വർ അടിമത്തവും കൂടി ന്യായീകരിക്കാൻ രംഗത്തിറങ്ങണം. കാരണം ബാസിൽ ഇനി മാളത്തിന് പുറത്തിറങ്ങാൻ പോകുന്നില്ല. ബാസിൽ പിൻവാങ്ങിയിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു. ഇനി ഇസ്ലാമിസ്റ്റുകളുടെ പ്രതീക്ഷ രാഹുൽ ഈശ്വറിലാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ആ ദൗത്യം ഏറ്റെടുക്കുക തന്നെ വേണം. ഇനി വേറൊരു കാര്യം, മുഹമ്മദ് നബിയെ പോലെ ഒരു നേതാവില്ലാത്തതാണ് ഇസ്ലാമിക സമൂഹം നേരിടുന്ന ഹൈന്ദവ സമൂഹം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്നുകൂടി പറഞ്ഞു വെക്കും. അതായത് ഒരു ഡോമിനന്റ് പവർ, അതായത് ഒരു കൾട്ട് നേതാവ്, സ്വന്തം പ്രാണനേക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാളും ഉമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും സുഹൃത്തുക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും എന്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന അല്പത്തരം പറഞ്ഞ പ്രവാചകൻ, ആ പ്രവാചകനെ പോലത്തെ ഒരു നേതാവില്ലാണ്ട് പോയി എന്നതാണ് ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഒരു പോരായ്മ എന്നുകൂടി രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുക. മുസ്ലിങ്ങൾക്ക് ഖുറാനും ക്രിസ്ത്യാനികൾക്ക് ബൈബിളും അല്ലെങ്കിൽ പഴയ നിയമം ജൂതന്മാർക്കും എന്നതുപോലെ ഹിന്ദുക്കൾക്കൊരു പുസ്തകം ഇല്ല. ഉദാഹരണം വേദങ്ങൾ നമ്മൾ ജനറലി പറയും, പക്ഷേ നമ്മുടെ അമ്പല സംവിധാനം, നമ്മുടെ ഈ ടെമ്പിൾ വർഷിപ്പ് സിസ്റ്റവും വിഗ്രഹാരാധനയൊന്നും വേദങ്ങളിലെ കാര്യങ്ങളല്ല. കൂടുതൽ ഹിന്ദുക്കളും ഫോളോ ചെയ്യുന്ന അതാണ്. ഇപ്പം ക്രിസ്ത്യൻ മുസ്ലിം പോലെ ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകന്മാർ ഏതെങ്കിലും ഒരാളെ തള്ളിപ്പറയാൻ തയ്യാറാണ്, നിങ്ങൾ മുഹമ്മദ് നബിയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. മുഹമ്മദ് നബിയെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ, എബ്രഹാമിനെ പോലെ, മോസസിനെ പോലെ ഒരു സെൻട്രൽ ഫിഗർ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഇല്ല. അതാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്നാണ് രാഹുൽ ഈശ്വർ കാണുന്നത്. അങ്ങനെ ഒരു സെൻട്രൽ ഫിഗർ ഉണ്ടായി വരണം എന്ന് രാഹുൽ ഈശ്വർ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്നത് പോലെ കെട്ടുറപ്പുള്ള, രാഹുലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കെട്ടുറപ്പുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സംവിധാനം ഹൈന്ദവ സമൂഹത്തിൽ ഇല്ലാത്തത് അതിന്റെ പോരായ്മയാണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. മതരഹിതരോടും മതേതരമായി ചിന്തിക്കുന്ന മനുഷ്യരോടും അല്ലെങ്കിൽ ആരാധനയിൽ സൂക്ഷ്മതയില്ലാത്ത മനുഷ്യരോടും കാണിക്കുന്ന സഹിഷ്ണുത ഹൈന്ദവ സമൂഹത്തിന്റെ, ഹിന്ദു മതത്തിന്റെ ഒരു പോരായ്മയായിട്ട് കാണുന്നു. അത് പരിഹരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന രാഹുൽ ഈശ്വർ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന സ്വപ്നത്തിനു വേണ്ടി അദ്ദേഹം മോഡലായി കാണുന്ന ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയെയും ഈ പ്രത്യയശാസ്ത്രത്തിന്റെ സംവിധാനത്തെയും അതിന്റെ രീതിശാസ്ത്രത്തെയും രാഹുൽ ഈശ്വർ പിന്തുണക്കുന്നു. ഞങ്ങൾക്ക് രാഹുൽ ഈശ്വറിന് സമുദായത്തിൽ ഇല്ലാതെ പോയത് അപ്പുറത്തുണ്ട് എന്നതിന്റെ പേരിൽ അതിനോട് മോഹം വെച്ച് അതിനെ പിന്തുണക്കുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഫലത്തിൽ രാഹുൽ ഈശ്വർ ഹൈന്ദവ സമൂഹത്തിനകത്ത് ഒരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആവാൻ കൊതിക്കുന്നു എന്ന് സാരം. അത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ തിരിച്ച് രാഹുലിനോട് വീണ്ടും ആ അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ്. ഇത് വെല്ലുവിളിയൊന്നുമല്ല. അബ്ദുള്ള അബ്ബാസിനെ വെല്ലുവിളിക്കുന്നത് പോലെ വെല്ലുവിളിക്കാനൊന്നും നമ്മളാളല്ല. പക്ഷെ അബ്ദുള്ള അബ്ബാസിൽ ഉയർത്തിയ വെല്ലുവിളി, ജിഹാദിനെ മഹത്വവൽക്കരിക്കാൻ കഴിഞ്ഞ രാഹുൽ ഈശ്വറിന് അടിമത്ത വിഷയത്തിൽ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ഇസ്ലാമിക നിയമങ്ങളുടെയും നിലപാടുകൾ അതിനെ ന്യായീകരിക്കാൻ, ആ വിഷയത്തിൽ അതിനെ മഹത്വവൽക്കരിക്കാൻ രാഹുൽ ഈശ്വറിന് കഴിയുമെങ്കിൽ രാഹുൽ ഈശ്വർ അബ്ദുള്ള അബ്ബാസിൽ പിന്മാറിയ സ്ഥിതിക്ക് അബ്ദുള്ള അബ്ബാസിലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുള്ള അബ്ബാസിൽ മുങ്ങിയ സ്ഥിതിക്ക് രാഹുൽ ഈശ്വർ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്
അബ്ദുള്ള ബാസിൽ മുന്നോട്ട് വെച്ച സംവാദ വിഷയത്തിൽ ഒന്നുകിൽ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ അബ്ദുള്ള ബാസിൽ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടിയും, ഇനി വേണമെങ്കിൽ മൂന്നാളും കൂടിയും, നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഈസ പെരുമ്പാവൂരും കൂടി മൂന്നാളും കൂടിയും ഒരുമിച്ചാണെങ്കിലും ഈ വിഷയത്തിൽ ഈ സമൂഹത്തിന് മുമ്പിൽ, കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തിന് മുമ്പിലും ഇതര മതസമൂഹങ്ങളുടെ മുമ്പിലും ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കാൻ, അത് സംസാരിക്കാൻ, സംവദിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നാളെ കണ്ടുമുട്ടാം.